ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ സണ്ടർലാൻഡിനെ നേരിടാൻ പോവുകയാണ്. സണ്ടർലാൻഡ് ഇപ്പോൾ 4ാം സ്ഥാനത്താണ് ഉള്ളത്. നമ്മുടെ പഴയ ക്യാപ്റ്റൻ ഷാക്കെ അവിടെ ഉണ്ട്. ചെറിയ ടീമൊന്നുമല്ല, അവർ ഓൾറെഡി ഈ സീസൺ ചെൽസിനെ തോൽപ്പിച്ചു. ബട്ട് നമുക്ക് ആ ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട് സ്ക്വാഡിന്. ശരിയാണ്, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. ഗ്യോക്രൈസ് ഈസ് സ്റ്റിൽ ഔട്ട്. സുബമെൻഡിയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. എനിക്ക് സുബമെൻഡി ഇല്ലെങ്കിലും നാളത്തെ ഗെയിം വി ക്യാൻ മാനേജ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സണ്ടർലാൻഡിനെ കുറച്ച് കാണുമല്ല, നമുക്കിപ്പോൾ ഉള്ള ഒരു ടീം വെച്ചിട്ട് നമുക്ക് സണ്ടർലാൻഡിനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണോ സ്ലാവിയ പ്രാഹയ്ക്കെതിരെ കളിച്ചത് ആ സെയിം ലൈനപ്പ് ഇറക്കിയാൽ തന്നെ മതി. സെയിം മെത്തേഡ് നമ്മൾ സെയിം ഫിലോസഫിയിൽ നമ്മൾ കളിച്ചാൽ മതി. വി ക്യാൻ ഗെറ്റ് എ ഗുഡ് റിസൾട്ട് ഔട്ട് ഓഫ് ദറ്റ് ഗെയിം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ എടുത്തൊന്നും പറയേണ്ട. കാരണം സൺഡേ മാൻ സിറ്റി വേഴ്സസ് ലിവർപൂൾ ഗെയിമാണ്. ആ ഗെയിം ഒരു ഡ്രോ ആ ഗെയിം എന്ത് റിസൾട്ടാണെങ്കിലും നമുക്ക് ഗുണമാണ്. ബട്ട് അതൊരു ഗുണമായിട്ട് മാറണമെങ്കിൽ നമ്മൾ സണ്ടർലാൻഡിനെ തോൽപ്പിക്കണം. അല്ലാതെ ചുമ്മാ ഒരു ഡ്രോ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സണ്ടർലാൻഡിനെ തോൽപ്പിച്ച് 3 പോയിൻറ്റ് ബാഗ് ചെയ്താൽ ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് തീരുമ്പോൾ നമ്മളൊരു ഹെൽത്തി ഗ്യാപ്പോടെ നമ്മൾ ടേബിൾ പൊസിഷനിൽ നിൽക്കും. അടുത്ത ഇൻ്റർനാഷണൽ ഗെയിം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഗെയിമെല്ലാം റിയലി ടഫ് ഗെയിംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് ലണ്ടൻ ഡാർബി ഉണ്ട്, ചെൽസി ഉണ്ട്, ബയർ മ്യൂണിക് ഉണ്ട്. സോ ഇതിലേക്കൊക്കെ ചെല്ലുമ്പം ഒരു നല്ലൊരു ഹെൽത്തി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സീസൺ ഈസ് ലോങ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യും. സോ മാക്സിമം പോയിൻറ്റ്സ് എവിടെ നിന്നൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡിൻ്റെ ഒരു ഇഞ്ചുറി നമുക്കറിയാലോ, ഓൾറെഡി 7 players ഇഞ്ചേർഡാണ്. സോ നാളത്തെ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് മാക്സിമം പോയിൻ്റ് അക്യുമുലേറ്റ് ചെയ്യുക, റിലാക്സ് ആയിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് ചെയ്യുക, തിരിച്ചു വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം തിരിച്ചു വരും. 7 players ഇഞ്ചുർ ആയാൽ അതിൽ 4 players മിനിമം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, ഇൻക്ലൂഡിങ് ഗ്യോക്കറൈസ് ആൻഡ് മാർട്ടിനെല്ലി. ഇവർ രണ്ടുപേരും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സോ തിരിച്ചു വരിക, പിന്നെയും ശക്തമായിട്ട് ലീഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ ലൈനപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ റായ ഓഫ് കോഴ്സ്, ടിംബർ സ്റ്റാർട്ട് ചെയ്യും, ഗ്യാബ്രിയൽ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ സലീബ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് തോന്നുന്നു കാലഫിയോറി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. മിഡിൽ നമ്മുടെ നോർഗാഡ്, റൈസ്. പിന്നെ അറ്റാക്കിംഗ് നമ്മുടെ നമ്പർ 10 റോളിൽ എസെ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ട്രൊസാഡിനെ കണ്ടിന്യൂ ചെയ്യും. ട്രൊസാഡ് അല്ലാതെ വേറെ ഇപ്പോൾ തൽക്കാലം ഓപ്ഷൻസ് ഒന്നുമില്ല. ട്രൊസാഡിനെ കണ്ടിന്യൂ ചെയ്യും. സെൻട്രലിൽ മെറീനോ, റൈറ്റ് വിങ്ങിൽ സാക്ക. ഇങ്ങനെയായിരിക്കും. സെയിം ഒരൊറ്റ ഒരു ചേഞ്ച്, നമ്മുടെ സ്ലാവിയ പ്രാഹയിൽ എസേനെ സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷേ ഈ ഗെയിമിൽ എസേനെ സ്റ്റാർട്ട് ചെയ്യാനാണ്, വെന്നിയരിക്ക് പകരം എസേനെ സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഫോം, ഇപ്പോഴത്തെ ആ ഒരു ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഓർക്കണം, നമ്മൾ വി ആർ 8 games ക്ലീൻ ഷീറ്റാണ്. നാളത്തെ ഗെയിമും കൂടെ നമുക്ക് ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രാർത്ഥന. ആ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ. കാരണം ഈ ഒരു കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കൊരു മുതൽക്കൂട്ടാവും. എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഐ എം പ്രെഡിക്റ്റിംഗ് എ ടഫ് 2-0. ഈസി ഗെയിം ആയിരിക്കത്തില്ല ഒരിക്കലും നാളത്തെ ഗെയിം. സോ ഒരു ടഫ് 2-0 വിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ഗോള് ഫസ്റ്റ് ഹാഫിൽ ഒരു ലേറ്റ് ഒരു 30-35 minutes. നമ്മളെപ്പോഴും ആ ഗെയിമിലേക്കൊന്ന് ഋദ്ധമായിട്ടൊന്ന് വരാൻ നമ്മളെപ്പോഴും സമയം എടുക്കുന്നുണ്ട്. മിനിമം 15 minutes എടുക്കുന്നുണ്ട് നമ്മൾ ആ ഗെയിമിലേക്കൊന്ന് ഒരു ടെമ്പോ പിടിച്ച് വരാനായിട്ട് 10-15 minutes നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഒരു 30-40 minutes നമ്മളൊരു ഗോൾ സ്കോർ ചെയ്യാമെന്നാണ് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എഗെയിൻ അറൗണ്ട് ആ ഒരു സമയം. പക്ഷേ നമ്മൾ കഴിഞ്ഞ കളിയിൽ സ്ലാവിയ പ്രാഗ് 46th minute തന്നെ ഭയങ്കര സർപ്രൈസ് ഒരു മൂവ് ട്രൊസാഡ് വഴി ഒരു ഗോളൊക്കെ അടിച്ചായിരുന്നു. അതൊന്നും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ, സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ, അങ്ങനെ ആ ഒരു ബാലൻസ്ഡ് ബട്ട് ടഫ് 2-0 വിന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ this is my prediction. ഞാൻ എന്തായാലും വാച്ച് അലോങ്ങിൽ പോകുന്നുണ്ട്. സോ പ്ലീസ് ജോയിൻ മീ ഫോർ വാച്ച് അലോങ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ടേക്ക് കെയർ ഗൈസ്.